ദൈവത്തിന് സ്തുതി. വീണ്ടും ഈ കൂട്ടായ്മയിൽ വചനവുമായി എത്തുവാൻ സാധിച്ച ദൈവത്തിന് നന്ദി. രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക സന്ദേശം കേൾക്കാം. വചനത്തിന്റെ വിത്തുകൾ മനുഷ്യ ഹൃദയങ്ങളിൽ വിളമ്പാം. നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന സാധ്യതയാണ് ദൈവിക ജ്ഞാനം. അത് കണ്ടെത്തുവാൻ ഹൃദയ വയലുകളിൽ വികാരങ്ങളുടെ വിത്തിറക്കി വിളവെടുക്കാം. അതിനായി നമുക്ക് സമയം എടുക്കാം. അല്പസമയത്തെ ധ്യാനത്തിന് എവൻഗേലിയോൻ ഭാഗമായ വിശുദ്ധ ലൂക്കോസ് 19:1-10 വരെ. അതിൻ്റെ 6-ാം വാക്യം. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. പ്രാർത്ഥിക്കാം. സ്നേഹമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ ദൈവികമാക്കണമേ. ദൈവമേ, സ്ഥാനമാനങ്ങളെക്കാൾ ശുശ്രൂഷയെ വിലമതിക്കാനും ദൈവരാജ്യ അനുഭവത്തിനായി ജീവിതം പുനർക്രമീകരിപ്പാനും ക്രിസ്തുവിൻ്റെ പാതകളെ തിരിച്ചറിയുവാനും ആ പാതകളിൽ സഞ്ചരിപ്പാനും ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ആമേൻ. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും നിസ്സാരമായതിനെ, അവസാനത്തേതിനെ, കാണാതെ പോയതിനെ പ്രാധാന്യം നൽകിയ ഒരു സുവിശേഷമാണ്. മറ്റൊരർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കൻ. ഈ ഭാഗത്ത് 2-3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. സക്കായിയുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടത്. ഒന്നാമതായി, യേശുവുമായി കണ്ടുമുട്ടുന്നതിന് പിന്നിലെ ബദ്ധപ്പാട്. അതായത് സക്കായിയുടെ ജീവിത പ്രതിസന്ധികൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനും ആയിരുന്നു. എന്നാൽ ഈ മനുഷ്യന്റെ മുൻപിൽ 2 പ്രശ്നങ്ങൾ തല ഉയർത്തുന്നു. ഒന്ന്, സ്വന്തം പൊക്കക്കുറവ്. 2, ജനക്കൂട്ടത്തിന്റെ പൊക്ക കൂടുതലും. സമൂഹത്തിൽ ബഹുമാനമോ ആദരവോ ലഭിച്ചിരുന്നില്ല. കാരണം റോമ ഗവൺമെന്റ് വേണ്ടി ചുങ്കം പിരിക്കുന്നതിലും ചതിവായി പലതും വാങ്ങിയിട്ടുള്ളതിനാലും സമൂഹത്തിൽ പാപി എന്ന് വിശേഷിപ്പിച്ച ജനം മുദ്രകുത്തി. എന്നാൽ സക്കായിയുടെ ഉള്ളിൽ യേശു എരിഹോ വഴിയായി യാത്ര ചെയ്യുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. 3-6 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. കഴിയാതെ വന്നപ്പോൾ നിരാശനായി. എന്നാൽ നിരാശനാകാതെ യേശുവിനെ കാണുവാൻ അവൻ ശ്രമിക്കുന്നു. യേശുവിനെയും യേശുവിൻ്റെ പ്രവർത്തികളെയും കണ്ടിട്ടുള്ള പ്രതികരണങ്ങളിലെ വൈവിധ്യം നമുക്ക് കാണാം. ഒരിടത്ത് സന്തോഷം മാറ്റുവാനും പിറുപിറുപ്പും അസ്വസ്ഥത, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്നവരാകുന്നുവല്ലോ മനുഷ്യർ. എന്നാൽ നാമും ഇതിൽ നിന്ന് വിഭിന്നരല്ല. ദൈവികമായ കാഴ്ചപ്പാടുള്ളവരാകണം. എന്നാൽ പേരിന്റെ അർത്ഥത്തോട് ചേർന്ന ജീവിതം ക്രമീകരണങ്ങൾ സക്കായിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. സക്കായി, എന്നെ യേശു കാണണം, സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ യേശു എന്നെ കാണല്ലെന്ന് സക്കായി ആഗ്രഹിച്ചു. യേശുവിനെ കാണണമെന്നുള്ള സക്കായിയുടെ ആഗ്രഹം വിശ്വാസ യാത്രയിൽ സക്കായിക്ക് രൂപാന്തരമുണ്ടായി. രണ്ടാമതായി, യേശുവിനെ കണ്ടുമുട്ടുന്നതിന് പിന്നാലെയുള്ള ജീവിത രൂപാന്തരം. അവൻ ബന്ധപ്പെട്ട് മരത്തിൽ കയറി. ട്രാൻസ്ഫോർമേഷൻ ആഫ്റ്റർ മീറ്റിംഗ് ജീസസ്. ദൈവികമായ കാഴ്ചപ്പാടുള്ളവരാകണം നാമും. യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം സക്കായിക്കുണ്ടായ രൂപാന്തരം. സക്കായി ജീവിതത്തിലേറെ ശൂന്യത അനുഭവിച്ചു. ഇത് സഞ്ചരിച്ച വഴി തെറ്റാണെന്ന് സക്കായിക്ക് ബോധ്യമുണ്ടായി. സക്കായിയെ പോലെ തിരുത്തലുകൾ സാധ്യമാകുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയമായ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തനം നടക്കുന്നത്. ഒരു വ്യക്തി
സക്കായിയുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. യേശുവിൽ കണ്ട ജീവിത രീതികൾ തൻ്റെ ജീവിത ഭാഗമാക്കുവാൻ ആ വ്യക്തി ശ്രമിച്ചു. ജീവിത സാക്ഷാത്കാരം സ്വന്തം പ്രയത്നത്തിലൂടെയാണ് നേടിയതെന്ന് ചിന്തിച്ച സക്കായി സമർത്ഥമായ ജീവൻ ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞു. 19:8 സക്കായിയോ നിന്നു, യേശുവിനെ ഭവനത്തിലേക്ക് കൈക്കൊണ്ടു. ഞാൻ സമ്പാദിച്ച ധനം അതിൻ്റെ മാർഗം തനിക്കായി തന്നെ സൂക്ഷിച്ചതിൻ്റെ അധാർമികത സക്കായി തിരിച്ചറിഞ്ഞു. സമ്പത്ത് പങ്കുവയ്ക്കാത്ത രോഗം ബാധിച്ചവനാണ് എന്ന് സക്കായിയും അറിഞ്ഞു. ഇത് നാമും അറിയണം. അതുവരെ സമ്പത്തിനെ കുറിച്ചുള്ള അമിത താല്പര്യമുള്ള സക്കായി യേശുവുമായുള്ള ആളത്വപരമായ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് യേശുവാണെന്നുള്ള യഥാർത്ഥ സത്യം സക്കായി കണ്ടെത്തി. എല്ലാവരും പാപിയെന്ന് മുദ്ര കുത്തിയപ്പോൾ കർത്താവ് അവനെ അബ്രഹാമിന്റെ മകനായി കണ്ടു. കർത്താവിൽ അവൻ അടിയുറച്ച് വിശ്വസിച്ചു. അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തണമെങ്കിൽ, ക്രിസ്തു യഥാസ്ഥാനപ്പെടണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പങ്കുവെക്കൽപ്പെടലിന്റെ ആവശ്യകത എന്തെന്ന് സക്കായി മനസ്സിലാക്കിയതുപോലെ നമ്മളും മനസ്സിലാക്കണം. സക്കായിയുടെ ജീവിതമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിക്കുവാൻ ആവശ്യമായ സമ്പത്ത് എന്നതിലുപരി ധനത്തോടുള്ള ആർത്തിപരമായ സമീപനം മാറേണ്ടതാണ്. ഇന്ന് സമൂഹത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ആർത്തി സംസ്കാരം നാം കേൾക്കാറും കാണാറുമില്ലേ? കൂട്ടിവെക്കുവാനല്ല, പങ്കുവെക്കുവാനാണ്. പിടിച്ചു വാങ്ങിച്ചത് ഇരട്ടി മടക്കി കൊടുക്കുവാൻ ഈ സക്കായിക്ക് മനസ്സ് വന്നു. ലോകം കാണുന്നത് പോലെയല്ല നമ്മെ ദൈവം കാണുന്നത്. സക്കായിയുടെ ഭവനത്തിന് രക്ഷ വന്നു. അങ്ങനെ ആ കുടുംബത്തിന് ഒരു രൂപാന്തരവും അർത്ഥവത്തായ ക്രിസ്തു അനുഭവത്തിലേക്ക് വരുവാൻ സാധിച്ചു. നാം ഓരോ വിശ്വാസിയും ഇതുപോലെയുള്ള രൂപാന്തരത്തിലേക്കായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.